എൻ്റെ തന്നെ ഒരു ചെറിയ പടം ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ് നാളെ 13-ാം തീയതി റിലീസാവുകയാണ്. ആ പടത്തിൻ്റെ ഗ്രൂപ്പിനകത്ത് ഒരു പോസ്റ്റ് വന്നത് ഈ പ്രത്യേക നടൻ്റെ ഫാൻസ് ഗ്രൂപ്പുകാർ എൻ്റെ പടത്തിന് ഇപ്പോൾ ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പിന് ഷാജി കൈലാസാൻ്റെ മകനാണ് അതിൽ ലീഡ് റോള്, അബു സലീം ചെയ്യുന്നുണ്ട്. അവരും പ്രധാന കഥാപാത്രത്തിൽ വരുന്നുണ്ട്. ഈ പടത്തെ ഡീഗ്രേഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ആ സിനിമ, ആ ചെറിയ പടം, അതൊക്കെ ഞങ്ങളൊരു കുടുംബം പോലെ പോയി ഷൂട്ട് ചെയ്ത് വന്നതാണ്. അവിടെ നിന്ന് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുള്ള രീതിയിൽ ഒരു സംസാരം വന്നു. ഇതൊക്കെ എന്നെ സംബന്ധിച്ച് പേഴ്സണലി എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ സത്യം പറയുന്നതിൻ്റെ പേരിൽ ഒരു സിനിമ ഇൻഡസ്ട്രി നിശ്ചലമാവുന്നെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഞാൻ എങ്ങനെയൊന്നും നിശ്ചലമാക്കാൻ വേണ്ടിയിട്ടും ഒന്നും ചെയ്തതല്ല. സിനിമ പ്രേക്ഷകർ പോയി തിയേറ്ററിൽ പോയി കാണുക. ഇപ്പോൾ ഓണം റിലീസ് വരുന്നുണ്ട്. വലിയ പടവും ചെറിയ പടവും ഒക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ എനിക്ക് ആ അർത്ഥത്തിൽ പറയാം. സാറേ, ഒരു 2 ക്വസ്റ്റ്യൻ വരുന്നതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ. ഉറപ്പായിട്ടും ഞാൻ ആരോപണം മീഡിയയുടെ മുന്നിൽ ഉന്നയിച്ച 3 കാര്യങ്ങളാണ്, 3 പേരുടെ പരാമർശങ്ങളാണ് എൻ്റെ എല്ലാ വീഡിയോയിലും വന്നിട്ടുള്ളത്. അതിൽ ഒരാളാണ് എനിക്ക് പറയാനുള്ള ആൾ. ആ ആളുടെ പേര് ഞാൻ മീഡിയ അവിടെ കൊടുത്തിട്ടുണ്ട്, അതോറിറ്റിക്ക് കൊടുത്തിട്ടുണ്ട്, എൻക്വയറി അതോറിറ്റിക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ള 2 പേരെന്ന് പറയുന്നത്, ഒന്ന് മരണപ്പെട്ടു പോയ ഒരു ഹാസ്യ നടനാണ്. ആ ഹാസ്യ നടൻ വേർബലി ചോദിച്ച സാധനത്തിന് ഞാൻ നിങ്ങളെൻ്റെ അച്ഛൻ്റെയും അപ്പൂപ്പൻ്റെയും പ്രായമുള്ള ഒരാളാണ് എന്ന് പറഞ്ഞ് അത് അപ്പം തന്നെ കൊടുത്തൊരു സാധനം അത് ഒഴിവാക്കി. അതിപ്പോൾ നമ്മൾ ചർച്ച ചെയ്തിട്ട് മരണപ്പെട്ട ഒരാളാണ്. ആളെ നമ്മൾ ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ വേറൊരു ഡയറക്ടർ ആ ലൊക്കേഷനിലെ 2 കുട്ടികളെ അബ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആ കുട്ടികൾ വന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങൾ സിനിമയ്ക്ക് വേണ്ടി ഈ സമയത്ത് ഇത്തരം ഒരു പ്രവൃത്തിയിലേക്ക് പോകരുത്, എൻ്റെ അനിയത്തിമാരെ പോലെ പറയുകയാണ്. നിങ്ങൾ ഇതിനു വേണ്ടി തയ്യാറായാൽ ഇനി നിങ്ങൾക്ക് എല്ലാ പടത്തിലേക്കും ഇതുപോലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യം പോകേണ്ടി വരും എന്നൊരു ഉപദേശം ഞാൻ ആ കുട്ടികൾക്ക് കൊടുത്തതും, അതേപോലെ ആ ഡയറക്ടറോട് ഞാൻ എൻ്റെ കഷ്ടകാലത്തിനൊന്ന് പറഞ്ഞു പോയി, ഇവിടെ വരുന്ന പെൺകുട്ടികളെ ഇത്തരത്തിൽ യൂസ് ചെയ്യാതിരിക്കുക, കാരണം അത് ചെറിയ മക്കളാണ്, എങ്ങനെ തോന്നുന്നു എന്നൊരു വാക്ക് ചോദിച്ചതിന് എനിക്ക് 16 ദിവസത്തെ ഷൂട്ടുള്ള എന്നെ 10 ദിവസം കൊണ്ട് പാക്ക് ചെയ്യുകയും ഒരേ സാധനം തന്നെ ഒരുപാട് തവണ ഷൂട്ട് ചെയ്യിപ്പിക്കുകയും പിന്നീട് ഒരു വിരോധിയെ, ഒരു ശത്രുവിനെ, ഒരു പാകിസ്ഥാനിൽ ഇന്ത്യക്കാരിലും 2 പേരും നമ്മളെ എനിമീസ് വരുമല്ലോ, അതേപോലത്തെ ഒരു മുഖഭാവത്തിൽ കാണുകയും ചെയ്തു. പബ്ലിക്കിൻ്റെ മുമ്പിൽ വളരെ മാന്യമായിട്ട് ഇടപെടുകയും കാണുമ്പോൾ ചിരിക്കുകയും ചെയ്യും. പക്ഷേ അതേ വ്യക്തി തന്നെ എന്നെക്കുറിച്ച് മോശമായിട്ട് പല ലൊക്കേഷനിലും പറഞ്ഞതായിട്ട് അറിയുന്നുണ്ട്. ഇന്നലത്തെ ദിവസം രാവിലെ വന്ന വാർത്ത, അതായത് ഈ വ്യക്തി ഇന്ന ആളല്ല, പ്രമുഖ നടനല്ല എന്ന് സോണിയ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് മാധ്യമങ്ങളിൽ വന്നു. പിന്നീട് പറയുന്നു ആ വ്യക്തി തന്നെയാണ്, പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഒരു കൺഫ്യൂഷൻ. ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ ഇങ്ങനെ ഇത്രയും ചാനലും ഈ വക പിന്നെ ഇത്രയും ഈ സാധനങ്ങളൊക്കെ. ഇതേപോലെ ഓൺലൈൻ മീഡിയയിൽ ഒരെണ്ണത്തിൽ കൊടുത്തപ്പോൾ എഡിറ്റഡ് വേർഷൻ എന്ന് കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ കാര്യം ഒരാളുടെ പേര് എടുത്തെടുത്ത് ചോദിച്ചിട്ട് എൻ്റെ വായിന്ന് കേൾക്കാൻ വേണ്ടി ആണോ എന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞത് ഇതാണ്, ഞാനായിട്ട് ആ പേരിപ്പോൾ ഇവിടെ പറയാം. ഞാൻ ഒരു മീഡിയയ്ക്കും പ്രൈം മീഡിയകൾക്ക് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ നിങ്ങളുടെ മീഡിയയ്ക്ക് ഞാൻ ആ പേരായിട്ട് പറയില്ല. അപ്പോൾ അല്ലേ ഞാൻ പറഞ്ഞു അല്ല എന്ന്. ഇനി നിങ്ങൾ മറ്റൊരെണ്ണം ചോദിച്ചാലും ഞാൻ അല്ല എന്ന് പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ആണോ എന്ന് ചോദിക്കുന്നതും അല്ല എന്ന് പറയണം മാത്രം ക്ലബ് ചെയ്തു. രണ്ടാമത് പറഞ്ഞ സാധനങ്ങൾ അതിൽ എഡിറ്റഡ് അല്ല, എഡിറ്റ് ചെയ്തിട്ടാണ് ആ സാധനം, ലൈവ് അല്ലല്ലോ ഇതേപോലെ. അപ്പോൾ എഡിറ്റഡ് സാധനത്തിൽ ആളാണോ അല്ല അതിനെ എടുത്ത് എല്ലാവരും കൂടെ ഇത്രയും അലക്കി. അങ്ങനെ ഒരു ചോദ്യം വന്ന സാഹചര്യത്തിൽ ആ പറയുന്ന നടന്റെ പേരടക്കം ആ മാധ്യമം ചില പോസ്റ്ററുകൾ പ്രചരിപ്പിച്ചു. ആ പോസ്റ്ററുകൾ സമൂഹ മാധ്യമത്തിൽ ഷെയർ ചെയ്തുകൊണ്ട് സോണിയ തന്നെ ഈ വാർത്ത തെറ്റാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനർത്ഥം ആ നടൻ തന്നെയാണ് എന്നല്ലേ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മൾ ആരെങ്കിലും ഇപ്പം ഈ എക്സാക്ട്ലി ഒരാളുടെ പേര് പറഞ്ഞിട്ട് ആ നടനെതിരെ പറയുന്നുണ്ടല്ലോ, അതായത് ഇയാൾക്കെതിരെ അല്ല ആരോപണം വേറൊരാളാണ് ചെയ്തത്, അങ്ങനെ അത് വേറൊരാളുടെ പേര് അവിടെ വരുന്നു. ഒന്ന് ആ പരാമർശം. അടുത്തത് ഇത്തരം കാര്യം ചെയ്ത ആളിനെ തല്ലി വിട്ടു, അടിച്ചെന്നോ അങ്ങനെ എന്തോ ഒരു ഇതാണ് വന്നത്, ഉപദ്രവിച്ചു എന്നുള്ള. ഞാൻ തന്നെ തല്ല് കൊടുത്ത് വിട്ടു എന്ന് പറഞ്ഞു. അപ്പം ഈ ഉണ്ടാകുന്ന ഇഷ്യൂവിനെ, ആ ഉണ്ടായിരിക്കുന്ന ഇഷ്യൂസിൻ്റെ സീരിയസ്നെസ് കളഞ്ഞുകൊണ്ട് ആരാണോ ഇതിപ്പം അവർക്ക് ഇത്തരം പോസ്റ്ററുകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഈസിയാണ്. അത് ഈ ആരോപിക്കപ്പെട്ട നടനായാലും അല്ലെങ്കിൽ പോലും അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ആ പറഞ്ഞിരിക്കുന്ന എക്സാക്റ്റ് മാറ്റർ ഫേക്കാണ് എന്നുള്ളതാണ്. അത് ആ നടനാണോ നടനല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ഞാൻ പറയാത്ത കാര്യം ഇനി ആരുടെ ഇതിൽ വന്നാലും ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ്സ് റോങ് സ്റ്റേറ്റ്മെൻറ്റ്. അതാണ് ഞാൻ അവിടെ പറഞ്ഞത്. അയ്യോ, തള്ളി ഇങ്ങനെ എന്നെ ഹോൾഡ് ചെയ്തപ്പോൾ എനിക്ക് പറ്റില്ല, ഇത്രയും പറഞ്ഞു, ഇത്രയും തള്ളിയിട്ടുണ്ട്. തള്ളിയിട്ടില്ല, രണ്ടും 2 വാക്കാണ്, തള്ളുക തല്ലുക. മീഡിയ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ എക്സാക്റ്റ് നടനെ അങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ ഞാനിപ്പോൾ ഇന്നലെയൊക്കെ എനിക്ക് നോക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ വരാൻ പോകുന്ന അവരുടെ പടത്തെക്കുറിച്ച് പേരും അറിയില്ല. അതുകൊണ്ട് വെരി സോറി.
പ്രശംസിച്ച് പല എൻ്റെ സുഹൃത്തുക്കളായ ഒരുപാട് സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ വലിയ വലിയ താരങ്ങളുണ്ട്. നമ്മൾ ചെറിയ ആൾക്കാരാണ്. അവരുടെ പടത്തെക്കുറിച്ച് പ്രൊമോട്ട് ചെയ്യാൻ പറയും. ഇവരൊക്കെ അവരുടെ പ്രൊമോഷന് വേണ്ടി മാത്രമേ നമ്മളെ സമീപിക്കാറോ ഏതെങ്കിലും പോസ്റ്റൊക്കെ തന്നിട്ട് നിങ്ങളുടെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ പറയും. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ അത് ചെയ്തു കൊടുക്കാറുണ്ട് ആസ് എ മനുഷ്യൻ, ഒരു ഫ്രണ്ട് എന്ന നിലയിൽ. അത് എല്ലാവരെയും പോസ്റ്റ് ചെയ്യാറുണ്ടല്ലോ. ആരുടെ എല്ലാം പോസ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. സംതൃപ്തയാണ്. പക്ഷേ നമ്മൾ ഈ പറയുന്ന പോലെ ഒരുപാട് വർഷം എടുത്ത് ഇപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരാൻ 6 മാസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കേണ്ട ഒരു കേസിന് 4 വർഷം എടുക്കുകയും 4 വർഷം കഴിഞ്ഞിട്ട് 200ഓളം ആളുകളെ 200ഓളം പേജ് അതിന് പോകുന്നു. അങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ നമ്മൾ വീണ്ടും സർക്കാരിനെയും ഇൻഡസ്ട്രിയെ മുഴുവൻ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് സമയം തരണം. ഇത് എൻ്റെ വീട്ടുകാരോടുള്ള ഒരു റിക്വസ്റ്റ് കൂടെയാണ്. ബിക്കോസ് നമ്മൾ എൻ്റെ ഒരു ഐഡൻറ്റിറ്റി ചോദ്യം ചെയ്യുന്നത് പോലെയാണ്. നമുക്ക് എൻ്റെ വീട്ടുകാരോ അല്ലെങ്കിൽ കുട്ടികളോ ഒക്കെ ഭയപ്പെടുന്നത് എന്നെ അപായപ്പെടുത്തുമെന്നുള്ളതാണ്. അവർക്ക് അവരുടെ അമ്മയാണല്ലോ വലുത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം.